വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ സുരേഷ് ഗോപി ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിലെത്തി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ശക്തമായ നിയമനിർമ്മാണത്തിന് സിനിമ പ്രേരകമാകട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മാസ് ലീഗൽ ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ വലിയ പ്രതീക്ഷയാണ് സുരേഷ് ഗോപി ആരാധകർക്കുള്ളത്. റിലീസിനു മുൻപേ പേരിനെ ചൊല്ലി വിവാദമുയർത്തിയ JSK തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയം കൂടുതൽ ഗൗരവത്തോടെ ചർച്ചയാകുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്കുള്ളത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മകൻ ഗോകുൽ സുരേഷ് അടക്കമുള്ളവർ തൃശൂർ രാഗം തിയേറ്ററിലാണ് സിനിമ കാണാനെത്തിയത്. ഇപ്പോൾ വിവാദങ്ങളൊന്നുമില്ലെന്നും സിനിമയും ചർച്ച ചെയ്യുന്ന വിഷയവും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. സിനിമ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉയർത്തി ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ദേശീയ സ്ത്രീ ശാക്തീകരണ നയം അതിന് ചിലപ്പോൾ ഒരു പുതിയ ഏട് കൂടി എഴുതി ചേർക്കാൻ വലിയൊരു പോയിന്റർ ആയിരിക്കും ഈ സിനിമ. വളരെ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ ആകാംക്ഷയും ആവേശവും നിറയ്ക്കുന്ന കോർട്ട് റൂം ത്രില്ലറായാണ് ചിത്രമൊരുക്കിയിരിക്കുന്നത്. ഡേവിഡ് ആബേൽ ഡോണോവൻ എന്ന അഭിഭാഷകനായാണ് സുരേഷ് ഗോപി വേഷമിടുന്നത്. അനുപമ പരമേശ്വരനാണ് ജാനകിയായി എത്തുന്നത്. തിരുത്തലുകൾ സിനിമയെ ബാധിക്കുമെന്ന് കരുതുന്നില്ലെന്ന് നടൻ അസ്കർ അലി പ്രതികരിച്ചു. നല്ല പ്രതീക്ഷയുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. കുറെ നാളുകൂടിയാണ് നിങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല വിഷയം ആവുന്നൊന്നും തോന്നുന്നില്ല. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. മാധവ് സുരേഷ് ഗോപി, ബൈജു സന്തോഷ്, ജയൻ ചേർത്തല, ജോയ് മാത്യു തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ന്യൂസ് മലയാളം, തൃശൂർ.